ഈ വോയിസിന് എന്തോ പ്രശ്നമുണ്ട്. അപ്പം ഞാൻ വോയിസ് ഓവർ ചെയ്യാണ്. ഇതാണ് എൻ്റെ അക്കൗണ്ട് ഗെയിമർ കുഞ്ഞുണ്ണി. അപ്പോൾ നമ്മളിതുവരെ ഒരു ഗെയിമും കളിച്ചിട്ടില്ല റോബ്ലോക്സിൽ. അപ്പോൾ നമ്മൾ സ്റ്റീൽ ബ്രാൻഡോട്ട് എടുത്തു ഗൈസ്. ഇപ്പം എന്തോ ഈവൻറ്റ് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തോ വാമ്പയർ ഈവൻറ്റ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ഭയങ്കര സ്ലോ ആണ് ഗൈസ് ലോഡാവാൻ. എൻ്റെ ചേട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര സ്ലോ ആണ്. ഓ ഗൈസ് നമ്മൾ ലോഡായിട്ടുണ്ട്. ഓ ഇങ്ങനെയാണല്ലേ നമ്മളെ ബേസൊക്കെ. ഓ പോയി ഗൈസ്. ഓ വീണ്ടും ലോഡാവുമായിരുന്നു ഗൈസ്. ഞാനിത് കളിച്ചിട്ടില്ല, എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. അപ്പോൾ നമ്മൾ ലോഡായിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഗൈസ്, ഇതാണ് എൻ്റെ ബേസ്. ഗെയിമർ കുഞ്ഞണീസ് ബേസ് എന്ന് കാണിക്കുന്നുണ്ട്. ഇതിനകത്തിപ്പോൾ 10 സ്ലോട്ട്സ് ഉണ്ട് ഗൈസ്. ഇതിനകത്ത് കറക്റ്റാൻ ഗോ ബൈ എ നൂബിനി പിസാനിനി എന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതൊക്കെ ഒന്ന് നോക്കട്ടെ എല്ലാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബേസ് ഇതെന്തോ മഞ്ഞ സാധനമുണ്ട്, അതിൻ്റെ മുകളിൽ കൂടെ നടന്നാൽ ഓ ലോക്കാവും ഗൈസ്. ഓ അങ്ങനെയാണല്ലേ. അപ്പോൾ നമുക്ക് നമ്മൾ മേടിക്കുമ്പം ആരും സ്റ്റീൽ ചെയ്തുകൊണ്ട് പോകത്തില്ല. അപ്പോൾ നമുക്കൊരു നുബിനിനി പിസാനിനി പോയി മേടിക്കാം. അയ്യോ മേടിക്കാൻ പറ്റുന്നില്ല ഗൈസ്, മേടിക്കാൻ പറ്റുന്നില്ല ഗൈസ്. നോക്കട്ടെ. ഗൈസ് മേടിച്ചു. അപ്പോൾ നമ്മൾ ആദ്യത്തെ ബ്രെയിൻ റോട്ട് നമ്മൾ മേടിച്ചിട്ടുണ്ട് ഗൈസ്. ഇതിപ്പോൾ നമ്മളെ ബേസിനകത്തോട്ട് കയറി. അപ്പോൾ ഇത് $1 സെക്കൻഡാണ്. ഇനി $25 രൂപയാണ് മേടിക്കാൻ ഞാൻ ഉപയോഗിച്ചത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ $75 ബാക്കിയുണ്ട്. അപ്പോൾ ഈ ഓരോ സെക്കൻഡ് $1 വെച്ച് തന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ പൈസ കളക്ട് ചെയ്യട്ടെ ഗൈസ്. ഇപ്പോൾ എനിക്ക് 95 രൂപയായി ഗൈസ്. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും മേടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ആദ്യം നമുക്ക് വേറെ സ്റ്റീൽ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം ഗൈസ്. ഞാനൊരു കൊള്ളാത്ത സെർവറിലാണ് ഗൈസ് കയറിയത്. അത് നല്ലതൊന്നും ഇല്ല ഗൈസ്. അപ്പോൾ എനിക്ക് ഏതാ കറക്റ്റ് നല്ലതെന്നൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ ബേസ് ലോക്ക് ചെയ്യട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ പൈസ കളക്ട് ചെയ്യട്ടെ ഗൈസ്. നമുക്കിപ്പോൾ 118 രൂപയായി. ഈ 118 നമുക്ക് ഇവൻ്റെ ഫ്രണ്ടിലത്തെ ബേസ് ഒന്ന് നോക്കാം ഗൈസ്. ഇവൻ്റെ കയ്യിൽ സെറ്റ് സാധനം ഉണ്ടെന്ന് ഗൈസ്. എന്നെയും കാട്ടി സെറ്റ് നല്ല സാധനങ്ങളുണ്ടെന്ന് തോന്നുന്നു. അവൻ്റെ പേരെന്തോ ഋഷിയോ. അപ്പോൾ അവൻ്റെ കയ്യിൽ നമുക്ക് സ്റ്റീൽ ചെയ്യാൻ നോക്കാം. നമുക്ക് എങ്ങനെയെങ്കിലും അവൻ്റെ കയ്യിൽ സ്റ്റീൽ ചെയ്യണം. അവൻ്റെ എന്നെയും കാട്ടി സെറ്റ് സാധനങ്ങളുണ്ട്. അവൻ്റെ വേറെ എന്തൊക്കെയോ സർക്കിൾ പോലെ ഇരിക്കുന്നതൊക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ ബേസിലോട്ട് തിരിച്ചു പോവാണ്. അവൻ്റെ ബേസ് തുറന്നില്ല ഇതുവരെ. അപ്പോൾ നമുക്ക് പൈസ കളക്ട് ചെയ്യാം. ഇപ്പോൾ 147 രൂപയായി. അപ്പോൾ ഞാൻ തുടങ്ങിയതേ ഉള്ളൂ ഗൈസ്, അപ്പോഴത്തേക്ക് 147 രൂപയായി. ഇത്ര ഈസി ആയിരുന്നു ഗൈസ്. അപ്പം ഇവിടെ കുറേ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തൊക്കെയോ പേരുള്ള ഡാൽപ്പ അങ്ങനെ കണ്ട് പറഞ്ഞേ. വേറെ നുബിനിനി പിസാനിനി വരുന്നുണ്ട് ഗൈസ്. അത് നമുക്ക് മേടിക്കണമെന്ന് നോക്കാം. മേടിച്ച് ഗൈസ്. ഇത് സാധനം 37 മില്യൺ രൂപയാണ് ഗൈസ്. അത് 236 ഇത് $per സെക്കൻഡ് ആണ്. ഗൈസ് അതിന് സെറ്റ് സാധനമാണെന്ന് തോന്നുന്നു ഗൈസ്. അതിന്റെ ടൈപ്പ് എന്താ ബ്രെയിൻ റോട്ട് ഗോഡോ. അതിനെ ഇതുവരെ കണ്ടിട്ടില്ല ഗൈസ്. സീൻ സാധനം ഗൈസ്. ഇതിനെ ഇതുവരെ കണ്ടിട്ടില്ല ഗൈസ്. നമുക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും പൈസ അടിച്ചിട്ട് അടുത്തോട്ടം മേടിക്കാം ഗൈസ്. നമുക്ക് ഇത് പോയി ഗൈസ്. ഇത് സെറ്റ് സാധനമാണ് ഗൈസ്. ഇതിൻ്റെ കാറ്റഗറി എന്താ ബ്രെയിൻ റോട്ട് ഗോഡ് എന്നാണ് ഗൈസ്. എൻ്റെ ബേസിലെ കാറ്റഗറിയൊക്കെ കോമൺ എന്നൊക്കെയാണ്. നമുക്ക് നോക്കാം ഗൈസ്. അതൊന്നാലും സീനായിരുന്നു ഗൈസ്. അപ്പം ഇവൻ്റെ ബേസിനെ തുറക്കാൻ 21 സെക്കൻഡേ ഉള്ളു ഗൈസ്. നമുക്ക് വേറെ എന്തെങ്കിലും അപ്പോഴത്തേക്കും മേടിക്കാൻ പറ്റുമോ നോക്കാം. പൈസയൊക്കെ കളക്ട് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും മേടിക്കാം. എന്നാലും അത് സീനായിരുന്നു ഗൈസ്. അത് കുഴപ്പമില്ല. എന്തായാലും അടുത്ത നമ്മൾ വലുതാകുമ്പോൾ എന്തായാലും മേടിക്കും. അപ്പോൾ നമ്മളെ ബേസിലോട്ടൊന്ന് പോവുകയാണ് പൈസയൊക്കെ ഒന്ന് കളക്ട് ചെയ്യാൻ. അപ്പം $258 ഗൈസ്. എന്തെങ്കിലും മേടിക്കാൻ പറ്റുമോ? ഇതിന് $750 അപ്പം വേറെ എന്തോ കിട്ടുന്നത് ഗൈസ്. ഇവിടെ ഒരു സാധനമുണ്ട്, ഒരു ആന, പച്ച കളറിലെ ആന പോലെ ഇരിക്കുന്നത്. അത് നമുക്ക് മേടിക്കാൻ പറ്റും. ഗൈസ് ഞാൻ സ്റ്റീൽ ചെയ്യാൻ വിചാരിച്ചു. അവനാണെങ്കിൽ ബേസ് അടച്ച് ഒരുത്തൻ അതിനകത്ത് കിടന്ന് സ്റ്റീൽ ചെയ്യാൻ നോക്കി തുള്ളിച്ചാടുന്നുണ്ട് ഗൈസ്. ഇവിടെ ഒരുത്തൻ്റെ ബേസ് ഒന്നുമില്ല ഗൈസ്. അപ്പം എന്നെ പോലെ ആദ്യം തന്നെ കളിക്കുന്നവനാണ് തോന്നുന്നു. ഇവൻ്റെ ബേസ് മിത്തിക്കോ. ഗൈസ് ഇത് നല്ല സാധനമാണ് ഗൈസ്. മിത്തിക്ക് ഗൈസ്. എന്താ പേരെന്തോ ഒരു ഇതാണ്, കാണ്ടാമൃഗമാണ് ഗൈസ്, മനസ്സിലായില്ല. ഞാൻ മറ്റേ പച്ച ആന മേടിച്ചു. ഇതെന്തോ ഗൈസ് ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ. അത് ഡയമണ്ടാന്ന് തോന്നുന്നു.
നമുക്ക് നമ്മളെ ബേസ് പോയി അടയ്ക്കാം. എന്നിട്ട് പൈസയൊക്കെ കളക്ട് ചെയ്യട്ടം ഗൈസ്. എന്നാലും ഇതൊക്കെ റെയറാന്ന് തോന്നുന്നു ഗൈസ്, ഒരിക്കലും വരാത്തയാന്ന് തോന്നുന്നു ഗൈസ്. ഇതാരാ ഗൈസ്? തണ്ടാ ഷോട്ടോ? മലയാളിയല്ല. അങ്ങനെ നമ്മളിപ്പം ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ്. പൈസയൊക്കെ കൂട്ടിയിട്ട് നമുക്ക് സാധനം മേടിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മളതിൽ $8 $8 വെച്ച് ഒന്നും മേടിക്കാൻ പറ്റത്തില്ല. ഓക്കെ ഗൈസ്, ഇപ്പം നമുക്ക് $190 ഇപ്പം നമ്മളെ എന്തെങ്കിലും അടുത്ത മേടിക്കണം ഗൈസ്. നമ്മളിപ്പം എല്ലാ ബേസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇങ്ങനെ പൈസ കളക്ട് ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലേ നമുക്ക് എന്തെങ്കിലും മേടിക്കാൻ പറ്റത്തുള്ളൂ ഗൈസ്. ഇപ്പോൾ 247 ഇതായി. ഇനി ഒരു 3 രൂപയും കൂടെ ഉണ്ടെങ്കിൽ മറ്റേ പച്ച ആന മേടിക്കാം. നമ്മളിപ്പം ഗൈസ് ആ ബേസും സീനായിരുന്നു ഗൈസ്. നമ്മൾ എങ്ങനെയെങ്കിലും ഇവരുടെയൊക്കെ കയ്യിൽ നിന്ന് സ്റ്റീൽ ചെയ്യണം. എന്നുവെച്ചാൽ ഇത് മേടിക്കുന്നതും കാട്ടി എല്ലാം സ്റ്റീൽ ചെയ്യുന്നതാണ്, അതാണ് ലാഭം. അപ്പോൾ നമ്മളിപ്പം നമ്മളെ ബേസിൽ ഒരുത്തൻ വന്നിട്ടുണ്ട് ഗൈസ്. അവനെ ഞാൻ ലോക്ക് ചെയ്ത് ഇവൻ എൻ്റെ ബേസിനകത്ത് കയറിയിരിക്കുവാണ് ഗൈസ്. അപ്പം നമുക്കൊരുത്തൻ ഇത് വന്നിട്ടുണ്ട്, ഫ്രണ്ട് റിക്വസ്റ്റ്. ഞാൻ ആക്സെപ്റ്റ് ചെയ്തു. എൻ്റെ കയ്യിൽ തരുമായിരിക്കും നമുക്ക്. അപ്പം കീസോ അങ്ങനെ കണ്ടാണ് എൻ്റെ പേര് ഗൈസ്. ഇപ്പം എനിക്ക് 458 രൂപയായി ഗൈസ്. ഇനി എനിക്ക് എന്തെങ്കിലും നല്ലത് മേടിക്കാം ഗൈസ്. വേറെ അടുത്തതിന് ഇത് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചാൽ ഞാനങ്ങ് അക്സെപ്റ്റ് ചെയ്ത്. ഞാൻ ഗൈസ് ഇപ്പോൾ എടുത്തതിൻ്റെ അത് സ്റ്റീൽ ചെയ്യുകയാണ്. ബർബലോണി എന്തോ അങ്ങനെ കണ്ടാണ് ഒരു തേങ്ങ പോലെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഇത് സെറ്റ് സാധനമാണെന്ന് തോന്നുന്നു ഗൈസ്. അവൻ്റെ സ്റ്റീൽ ചെയ്ത് ഗൈസ്. യെസ് അവന് അത് ആ പൊട്ടൻ ഇതുവരെ അറിഞ്ഞില്ല ഗൈസ്. അപ്പം ഞാൻ സ്റ്റീൽ ചെയ്ത് ഗൈസ്. അതിൻ്റെ കാറ്റഗറി എന്തോ ലെജൻഡറി ഗൈസ്. അത് $200 ആണ് ഗൈസ്. ഏറ്റവും നല്ലതാണ് ഗൈസ്. അത് സീനായിരുന്നു ഗൈസ്. അവൻ ഇതുവരെ അറിഞ്ഞില്ല ഗൈസ്. ഗൈസ് പാവം അവൻ. എനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചവനായിരുന്നു ഗൈസ് അവൻ. പാവം, ഞാൻ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചവനെ ചതിച്ചു. അത് കുഴപ്പമില്ല ഗൈസ്. സ്റ്റീലേ ബ്രാൻഡ്രോട്ടെന്നാണല്ലോ പേര്. അപ്പോൾ സ്റ്റീൽ ചെയ്തല്ലേ കളിക്കണ്ടേ. ഗൈസ് എനിക്ക് തോന്നുന്നു അവൻ തിരിച്ചു വന്നെന്ന് തോന്നുന്നു റിവെഞ്ച് എടുക്കാൻ. ഞാനങ്ങ് അടിച്ചിട്ട് ഗൈസ്. അവനെ അടിക്കാൻ നോക്കി ഗൈസ്. അവൻ എൻ്റെ സാധനം സ്റ്റീൽ ചെയ്യാൻ നോക്കി ഗൈസ്. എൻ്റെ അല്ല, അവൻ്റെ തന്നെയാണ്. പക്ഷെ ഞാനല്ലേ സ്റ്റീൽ ചെയ്തത്, അപ്പോൾ എൻ്റെ അല്ലേ. ഗൈസ് ഇനി എനിക്കിപ്പം 9.63K ഉണ്ട് ഗൈസ്. വേറെന്തെങ്കിലും മേടിക്കാം. എൻ്റെ പേരെന്തോ ഒരു എലിയാണ് ഗൈസ്. എന്തോ ഡാൽപ്പ അങ്ങനെ കണ്ടോടും. ഗൈസ് നേരത്തെ പോയ സാധനത്തിന്റെ സാധാ വന്നു ഗൈസ്. മറ്റേ നേരത്തെ പോയ മറ്റേ ഡയമണ്ട് കളറിലേ ഇല്ലായിരുന്നോ? ഇത് അതിന്റെ സാധയാണ് ഗൈസ്. ഇതൊക്കെ സീൻ സാധനമാണ് ഗൈസ്. അപ്പൊ ഈ കാറ്റഗറി മിത്തിക് ആണ് ഗൈസ്. എൻ്റെ ഇപ്പം ഏറ്റവും നല്ലത് ലെജൻഡറി ആണുള്ള ഗൈസ്. ഇപ്പം നുബിനിനി പിസാനിനെയൊക്കെ കോമൺ ആണ് ഗൈസ്. പിന്നെ ബർബലോണി ആ സാധനം ലെജൻഡറി ആണ് ഗൈസ്. അപ്പം ഏറ്റവും നല്ലതാണ് ഞാൻ സ്റ്റീൽ ചെയ്തത്. അപ്പോൾ നമുക്ക് പൈസയൊക്കെ കളക്ട് ചെയ്യാം. ഒരു 20K ആക്കണം ഗൈസ്. ഗൈസ് എൻ്റെ ബേസ് അടയ്ക്കട്ടെ. ഓക്കെ അടച്ചു ഗൈസ്. ഇനി നമുക്ക് പൈസയൊക്കെ കളക്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, നമുക്കിപ്പം 21.52K ആയിട്ടുണ്ട്. നമുക്കിനി എന്തെങ്കിലും നല്ല സാധനം മേടിക്കാം ഗൈസ്. ഇങ്ങനെ നല്ല സാധനം മേടിച്ചുകൊണ്ടിരുന്നാലേ നമുക്ക് ലാഭമുള്ളൂ. ഈ പൈസ കളക്ട് ചെയ്യാണ്ടിരുന്നാൽ ലാഭമില്ല. നമ്മൾ ഇതൊരെണ്ണം മേടിക്കാം ഗൈസ്. നമുക്ക് ഇതൊരെണ്ണം മേടിക്കാം. ഇതിൻ്റെ പേര് ഇത് മറ്റേ യൂട്യൂബിൽ കാണുന്ന സാധനമാണ്, ക്യാപ്പച്ചീനോ അസസിനോ. ഗൈസ് നമ്മൾ ആദ്യമായിട്ട് വേറെ സാധനം മേടിച്ച ഗൈസ്. ഇതെന്തോ ചാടുന്ന പാണ്ടയോ ഗൈസ്. അതിന് ഭയങ്കര വിലയാണ്. അത് നമ്മളെ പൈസ ഇല്ല. അതിന് 20K ആണ് ഗൈസ്. ഞാനപ്പോൾ 10K എടുത്തോണ്ട് ഇപ്പോൾ പൈസ ഇല്ല. അപ്പം നമ്മൾ ഈ സാധനം എന്തായാലും പൈസ തരുമല്ലോ, അങ്ങനെ പൈസ കൂട്ടാം ഗൈസ്. ഇത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കളർ അനുസരിച്ച് പൈസ കൂടുമെന്ന് ഗൈസ്. ഇപ്പോൾ ഡയമണ്ട് ആണെങ്കിൽ പൈസ കൂടും, അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. നേരത്തെ ഞാൻ നോക്കിയപ്പം ഇതിൻ്റെ ഗോൾഡിന് പൈസ കുറവായിരുന്നു ഗൈസ്. അപ്പം ഈ കളി കളിച്ചിട്ട് നല്ലതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പൈസയൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ കളി കളിച്ചിട്ട് നല്ലതാണ്. നമുക്കപ്പോൾ പൈസയൊക്കെ കളക്ട് ചെയ്യാം. മറ്റേ ഡയമണ്ട് കളറിലെ ക്യാപ്പച്ചീനോ നല്ല പൈസയൊക്കെ തരുന്നുണ്ട്. പെട്ടെന്ന് 1K ഒക്കെ ആവുന്നുണ്ട്. ഇതിനകത്ത് 3 സാധനങ്ങളുണ്ട് ഗൈസ്. ഇൻഡെക്സ് റീബർത്ത് ഷോപ്പ്. നമുക്കപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കണം. നമുക്ക് ഇൻഡെക്സ് നോക്കിയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ മേടിച്ച സാധനങ്ങളാണ് കാണുന്നത്. ഇതിനകത്ത് കോമൺ എപ്പിക്ക് കോമൺ റയർ എപ്പിക്ക് ലെജൻഡറി പിന്നെന്തോ ഗൈസ്. എനിക്ക് തോന്നുന്നത് പൈസയുടെ അനുസരിച്ചാണോ. കോമൺ എപ്പിക്ക് ലെജൻഡറി അതിനെ മിത്തിക് ഉണ്ട്, അതാണ് നമ്മൾ നേരത്തെ കണ്ടത്. പിന്നെ കുറേ മിത്തിക്കും കുറേ ലെജൻഡറി ഒക്കെ ഉണ്ട്.
ഇതാണ് നമ്മളെ മറ്റേ പെൻസിൽ പോലത്തെ സാധനം ഗൈസ്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട മറ്റേ സെറ്റ് സാധനമായിരുന്നു ഗൈസ്. അത് മേടിക്കാനുള്ള പൈസയില്ല, അതിന് 35 മില്യൺ വേണം. അപ്പോൾ ബ്രെയിൻ റോട്ട് ഗോഡാണ് അതൊക്കെ മേടിക്കാൻ നമ്മൾ ഇച്ചിരി കൂടെ വലുതാണ്. പിന്നെ സീക്രറ്റോ, അതപ്പോൾ ഏറ്റവും നല്ലതായിരിക്കും ഗൈസ്. ഇതാണെങ്കിൽ കുറേ ഉണ്ട് സീക്രറ്റ്. എന്തൊക്കെ ഞാനിതുവരെ കളിച്ചിട്ടില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. അതിനകത്ത് കുറേ കാണിക്കുന്നുണ്ട്. എനിക്കിതുവരെ സീക്രറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒരെണ്ണത്തിൻ്റെ കാണിക്കുന്നത്. ഏറ്റവും അവസാനം എന്തോ OG എന്ന് പറഞ്ഞ എന്തോ സാധനമുണ്ട്. അതപ്പോൾ ഏറ്റവും നല്ല അതാണ്. പിന്നെ ഇതിനകത്ത് നോർമൽ ഗോൾഡ്, ഡയമണ്ട്, റെയിൻബോ, പിന്നെന്തോ പുതിയ ഈവൻറ്റ് യിങ് യാങ്. അപ്പോൾ യിങ് യാങ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് എന്നുവെച്ചാൽ ഇത് മറ്റേ കളറാണ്, ഇതിനനുസരിച്ച് പൈസ കൂടും. അപ്പം ഇതിനകത്ത് കളക്ട് യിങ് യാങ് ബ്രെയിൻ റോഡ്സ് ഫോർ എ യിങ് യാങ് ബേസ്. അതെന്തോന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. അപ്പോൾ നമ്മൾ ബാക്ക് അടിച്ച് നമുക്ക് പൈസയൊക്കെ ഒന്ന് കളക്ട് ചെയ്യാം ഗൈസ്. ഇപ്പം നമുക്ക് 30 ഗൈസ് ഒറ്റയടിക്ക് 50K ഗൈസ്. ഒറ്റയടിക്ക് 50K. എല്ലാത്തിനും കാരണം എൻ്റെ ബർബലോണിയാണ് ഗൈസ്. 66K ഗൈസ്. വിച്ച് ഫ്യൂസാ ബ്രിങ് ഇതെന്താ വെച്ചാൽ 4 ബേസ് അതിനകത്ത് കൊണ്ടിടണം. അടിക്കുന്ന എന്താ എൻ്റെ സ്റ്റീൽ ചെയ്യുന്നോ? പോടാ എൻ്റെ അടുത്ത് സ്റ്റീൽ ചെയ്യാൻ നോക്കി, നടന്നില്ല. അപ്പം വിച്ച് ഫ്യൂസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. പൈസയൊക്കെ കളക്ട് ചെയ്യട്ടെ ഗൈസ്. 66K ഉള്ളായിരുന്നു. നമ്മളിപ്പം പൈസ കൂട്ടാൻ വേണ്ടി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടാണ്. ഗൈസ് അപ്പോൾ 40K വീണ്ടും നമ്മൾ 40Kയിലോട്ടായി. അപ്പം പൈസയൊക്കെ ഇങ്ങനെ കളക്ട്. അപ്പോൾ ഗൈസ് നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.